ഹലോ വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതോ. ഇന്ന് എൻ്റെ ദുബായിലെ 5th ഡേ ആണ്. ഞങ്ങൾ രാവിലെ തന്നെ കറങ്ങാൻ പ്ലാൻ സെറ്റ് ചെയ്തു. നേരെ പോയത് ഇന്ന് ബുർജ് ഖലീഫ കാണാനാണ് കേട്ടോ. ബുർജ് ഖലീഫയുടെ ടോപ്പിൽ നിന്നുള്ള വ്യൂ എല്ലാവരുടെയും ഒരു ഭയങ്കര ആഗ്രഹമായിരിക്കും ദുബായിൽ വന്നവരുടെ. അപ്പം നമ്മൾ ഇന്നാണ് അതിൻ്റെ ഡേ കണ്ടത്. ഇതാണ് അവിടുത്തെ ടിക്കറ്റ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് ശരിക്കും ഒരുപാട് ടൈപ്പ് പാസ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ ഒരു നമ്പർ 1 എന്ന് പറഞ്ഞൊരു ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറാൻ അവരുടെ ഓൺ സൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ ബുക്ക് ചെയ്യണം. തേർഡ് പാർട്ടി ബുക്ക് ചെയ്ത് നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരുന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ബുക്ക് ചെയ്ത ശേഷം അവിടെ ചെന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അധികം ക്യൂ നിൽക്കാതെ നേരെ കയറാം. ഏത് സ്ഥലത്ത് നിന്ന് നിറയെ ക്യൂ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആ സെയിം സാധനം ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഓൺ സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ക്യൂ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ തന്നെ ബുക്ക് ചെയ്ത് അവിടെ നിൽക്കുന്ന ആരാണോ അതിൻ്റെ അതോറിറ്റി അവരോട് കൃത്യമായിട്ട് വേണം നമ്മുടെ ആ ടിക്കറ്റ് തന്നെയാണെന്നില്ലെങ്കിൽ ഇവർ നമ്മളെ പിടിച്ച് വേറെ ക്യൂവിൽ നിർത്തും. നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ടിക്കറ്റ് ഒന്നും കൂടെ കാണിച്ച് 1-2 പേരെ കാണിച്ച് കൺഫേം ചെയ്യിക്കണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് 124-ഉം 125-ഉം ഹൈറ്റ് വരെ പോയിട്ട് അവിടെ നിന്നുള്ള വ്യൂ കാണാനാണ്. ഇത് കൂടാതെ അവിടെ സ്കൈ വ്യൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടിക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ഭയങ്കര ഫെയർ ആണ്. ഇത് തന്നെ 180 AED ആണ് ഒരാൾക്ക് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ. നല്ല രസമാണ്. ആ ഒരു ലിഫ്റ്റിലൊക്കെ പോകാൻ ഒരു 3 minutes പോലും എടുക്കില്ല. നമ്മൾ ഇത്രയും മുകളിലെത്തും. ഈ ലിഫ്റ്റിൽ കയറിയപ്പോഴും എൻ്റെ ചെവിക്ക് ചെറുതായിട്ടൊരു പെയിൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഈ അപ്പ് ആൻഡ് ഡൗൺ എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു പ്രഷർ ചേഞ്ച് വരുമ്പോൾ. അപ്പോൾ കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ ടേൺ ആയപ്പോൾ നമ്മളെ അവർ മുകളിലേക്ക് കയറ്റി വിട്ടു. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും ഭയങ്കര അടിപൊളിയാണ്. ഒരു 180 AED ഒക്കെ കൊടുത്ത് കാണാൻ മാത്രമുണ്ട്. ഇത് പോകുന്ന വഴിക്ക് മൊത്തം ഇവർ പണിത ഓരോ സ്റ്റേജും അതിൻ്റെ എൻജിനീയേഴ്സും ഒരു മലയാളി ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ വർഷവും ഇതിൻ്റെ പണി എവിടം വരെ ആയി എന്നുള്ള അതിൻ്റെയൊക്കെ സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്. നമുക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നും എങ്ങനെ ഇതുവർ പണിതെടുത്തു. അത്ര ടോപ്പിലാണ്. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കി ഞാൻ എൻറ്റയർ ദുബായിയുടെ ഒരു വ്യൂ കാണാം. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം. അവർ നമ്മളോട് പെട്ടെന്ന് റഷീദ് ഇറങ്ങിപ്പോയൊന്നും പറയില്ല. നമ്മൾ കുറേ നേരം നിന്ന് നമുക്കിങ്ങനെ ചുറ്റും കറങ്ങി നടക്കാം അതിൻ്റെ ഉള്ളിൽ. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഷോപ്പ് ചെയ്യാനും ചെറിയ കഫറ്റീരിയയും ഉണ്ട്. അപ്പം നമ്മളെ ആദ്യം ഇവർ കൊണ്ടുപോയി വിടുന്നത് 125th ഫ്ലോറിലാണ്. സോ അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴെ 124th ഫ്ലോറിലേക്ക് പോകാം. ഞങ്ങൾ അവിടെ കറങ്ങി കിടന്നപ്പോൾ അതിൻ്റെ അകത്തും ഇതുപോലെ നമ്മുടെ ദുബായ് വൈറൽ ചോക്ലേറ്റ് പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് ഉണ്ട്. ചെറുതിന് 70 AED ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അങ്ങനെ പല ടൈപ്പ് ദുബായ് വൈറൽ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെ ഉണ്ട്. അപ്പം ഞാനതിൻ്റെ മുകളിൽ കയറിയിട്ട് എന്താ അതിൻ്റെ പ്രത്യേകത നോക്കിയാൽ പിള്ളേർ മൊത്തം അതിൻ്റെ മുകളിൽ കയറി അടക്കുക കേട്ടോ. അപ്പം ഞാൻ കുറേ നേരം നോക്കി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ചില സമയം നമ്മൾ നടക്കുമ്പോൾ ഇതിങ്ങനെ ഒരു ക്രാക്ക് വീഴും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പേടിക്കും. ഇത് പൊട്ടി താഴത്തേക്ക് പോകും. താഴത്തെ വ്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പൊട്ടി താഴെ പോകുന്ന ഓർത്തു. അപ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കിയിരുന്നു ഇതിൻ്റെ ക്രാക്ക് എവിടെയാണ് വരുന്നതെന്ന് കാണാനായിട്ട്. ഒരു LED എന്തോ കണ്ടോ ക്രാക്ക് വീണു. പക്ഷെ ആ കുട്ടിയൊന്നും പേടിച്ചില്ല. ആദ്യം പേടിച്ചിരുന്നു. പിന്നെ നമുക്ക് ശീലമായി. അത് ചുമ്മാ കളിക്കണം നമുക്ക് മനസ്സിലായി. പെട്ടെന്ന് ആദ്യം കാണാൻ നമുക്കൊന്ന് ടെൻഷനാവും. പിന്നെ അവിടെ ഒരുപാട് ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. അവർ തന്നെ നമ്മുടെ ഫോട്ടോസ് എടുത്ത് തരും. എന്നിട്ടൊരു കാർഡ് തരും. ഈ കാർഡ് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർ മോണിറ്റർ വെച്ചിരിക്കുന്നുണ്ടാവും. അവിടെ കൊടുക്കുകയാണെങ്കിൽ പ്ലസ് ക്യാഷ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് ആ ഫോട്ടോസൊക്കെ തരും. നല്ല രസമാണ്. ഫ്രീ ഫോളിങ് ഫോട്ടോസ്, മറ്റേ ബുർജ് ഖലീഫ, അങ്ങനെ പല ടൈപ്പ് ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങി ഞങ്ങൾ വീണ്ടും 124th ഫ്ലോറിലേക്ക് പോയി. അവിടെയും ഇതുപോലെ നല്ല റൗണ്ടിൽ ഇങ്ങനെ ഒരു എൻട്രൻസ്, നല്ല രസം, ഗ്ലാസ് എൻട്രൻസ് ആണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പൊന്നു കുറേ നേരം കളിച്ചു കിടന്നു. ഇവിടെയും ഒരുപാട് ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. വരുന്ന എല്ലാ ടൂറിസ്റ്റും ഇങ്ങനെ ഫുൾ ഫോട്ടോ എടുത്ത് മൊബൈൽ പിടിച്ച് നടക്കുമായിരുന്നു. ഞാൻ ഈ ദുബായ് ട്രിപ്പിൽ ശരിക്കും ഒന്ന് പെട്ടുപോയത് എൻ്റെ മൊബൈലിൻ്റെ ചാർജ് പെട്ടെന്ന് ചാർജ് തീരും. ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസും എടുത്ത് ചാർജ് തീരുന്ന വഴി കാണുന്നുണ്ടായിരുന്നില്ല. സോ ഇങ്ങനെ പോകുന്നവർ എന്തായാലും മസ്റ്റായിട്ടും നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പവർ ബാങ്കാണ്. അതുപോലെ ഇവിടെ നമ്മുടെ സാധാ 3 pin യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പറ്റിയ ടൈപ്പ് ഇൻ്റർനാഷണൽ പ്ലഗ് തന്നെ നിങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി കിടന്ന് പാത്തക്കുട്ടൻ ക്ഷീണിച്ച് നമ്മൾ താഴത്തിറങ്ങി ദുബായ് മോളിൽ നടക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ദുബായ് മോളിലെ 2nd ഫ്ലോറിലുള്ള പാർക്കേഴ്സാണ്. ഇവിടെ ഒരു മെറ്റിൽഡ കേക്ക് കിട്ടും. പാറുവിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ് മെറ്റിൽഡ. അതിലെ കേക്ക് കഴിക്കണം എന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തത് മെറ്റിൽഡ കേക്ക് ഇവിടെ കിട്ടുമെന്ന്. പക്ഷെ അതെനിക്ക് പാരയായി. ഇന്ന് വേണ്ട എന്ന് വെച്ചപ്പോൾ പറഞ്ഞില്ല, എനിക്ക് ഇന്ന് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ തപ്പി കണ്ടുപിടിച്ച്, സത്യം പറഞ്ഞാൽ ഒരു മാപ്പ് ഇട്ട് വേണം ദുബായ് മോളിൽ നടക്കാൻ. അത്രയധികം നടക്കാനുണ്ട്. കണ്ടുപിടിക്കാനേ പറ്റില്ല. പിന്നെ അവസാനം കണ്ടുപിടിച്ചു. 97 AED മറ്റാണ് ഈ കേക്കിൻ്റെ വില. അത് മുഴുവൻ കഴിച്ചു തീർക്കാൻ പറ്റില്ല. ബാക്കി പാക്ക് ചെയ്ത് ഞങ്ങൾ കയ്യിലെടുത്തു. ഇനി നെക്സ്റ്റ് ഞങ്ങളൊരു മെട്രോ കാർഡ് എടുത്ത് നേരെ പോണത്
ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കാണ്. ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് നേരെ മെട്രോ ഉണ്ട് കേട്ടോ. നമുക്ക് പുറത്തൊന്നും കഷ്ടപ്പെടുന്ന ദുബായ് മോളിൽ നിന്ന് സ്ട്രെയിറ്റ് നമുക്ക് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കുള്ള മെട്രോ കിട്ടും. അപ്പോൾ മെട്രോ എടുത്ത് നേരെ ഫ്യൂച്ചർ മ്യൂസിയത്തിൽ പോകുന്ന വഴിയെ കാണാൻ നല്ല രസമാണ്. ഒരു പ്രത്യേക വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്, ഇങ്ങനെ കളിച്ച് പോകാം. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നമ്മൾ കയറി ചെല്ലുന്ന ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഈ മെട്രോയുടെ എൻട്രൻസ്. അതിൻ്റെ ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഇറങ്ങണം. എന്നിട്ട് അവിടെയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൽ പോകുന്നത് ശ്രദ്ധിക്കുക. ഇത് 1.5 മാസം മുമ്പേ ഇതിൻ്റെ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം, എങ്കിലേ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഓടി ചെന്നാൽ ടിക്കറ്റ് കിട്ടണമെങ്കിൽ VIP ടിക്കറ്റ്സേ ഉള്ളൂ. അതിന് പെർ ഹെഡ് 399 AD ആണ്. അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. മറ്റേ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 150 AD നമുക്ക് ഫ്യൂച്ചർ മ്യൂസിയത്തിലെ അത് കിട്ടും. നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഫ്രീ ആയിട്ട് കാണാം. ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലൊരു ഫിഷ് പറന്ന് നടക്കണമൊക്കെ ഉണ്ട്. ഇത് എങ്ങനെയാണ് പറക്കുന്നതെന്ന് എനിക്കറിയില്ല. മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. പിന്നെ 400 AD എടുത്ത് കൊടുത്ത് പെർ പേഴ്സൺ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ വേഗം പുറത്തിറങ്ങി കുറച്ച് നേരം അതിലേക്ക് ഇറങ്ങി നടന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ ഞങ്ങളൊരു ഊബർ ബുക്ക് ചെയ്താണ് അടുത്ത സ്ഥലത്തേക്ക് പോകണം. നമ്മളിനി ദുബായ് ഫ്രെയിം കാണാൻ പോവുകയാണ്. ആ ഊബർ ഡ്രൈവറാണ് പറഞ്ഞത് ഈ ഫ്യൂച്ചർ മ്യൂസിയം ഉണ്ടാക്കിയിരിക്കണം അവരുടെ ഖുറാനിലുള്ള എന്തോ ഒരു ഇത് വെച്ചിട്ടാണ്, ആ ഒരു ലെറ്ററാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിൽ എഴുതിയേക്കുന്നതൊക്കെ അവരുടെ ഖുറാനിലുള്ള എന്തൊക്കെയാണെന്നാണ്. എനിക്ക് കൃത്യമായിട്ട് എന്താണെന്ന് അറിയില്ല. അറിയുന്നവർ ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഒരു ഊബർ എടുത്ത് നേരെ പോയത് ദുബായ് ഫ്രെയിം കാണാനാണ്. കഴിഞ്ഞ ദിവസം പോയിട്ടും എനിക്ക് ദുബായ് ഫ്രെയിം കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ദുബായ് ഫ്രെയിമിലേക്ക് നേരിട്ട് മെട്രോ ഇല്ല, നമ്മളൊരു ഊബർ എടുത്ത് പോകുമായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നേരെ ദുബായ് ഫ്രെയിം കാണാൻ പോയി. ദുബായ് ഫ്രെയിമിൻ്റെ അടുത്ത് പോയപ്പോൾ നല്ല ക്യൂ ഉണ്ട്, എവിടെ കയറണമെങ്കിൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു. സോ 50 AD ആണ് ഇവിടെ പെർ പേഴ്സൺ വരുന്നത്. അപ്പോൾ കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്ന് നമ്മൾ മുകളിലേക്ക് ദുബായ് ഫ്രെയിമിൻ്റെ അകത്തേക്ക് കയറി. ഇവിടെയും ലിഫ്റ്റ് ഉണ്ട്, നമ്മൾ നടക്കണം എന്നേ ഉള്ളൂ, സ്റ്റെപ്സ് ഒന്നും കയറണ്ട. അതിനൊക്കെ എസ്കലേറ്ററും ലിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ഒരു ലേഡി നമ്മളെ ദുബായ് ഫ്രെയിമിൻ്റെ അകത്തേക്ക് വെൽക്കം ചെയ്തു. കയറുമ്പോൾ എൻട്രൻസിൽ ഈ ഒരു ഫീല്, പുകയാണോ മഴയാണോ എന്തോ ഒരു പ്രത്യേക രസമായിരുന്നു. അവിടുത്തെ ആ കാറ്റടിച്ചിട്ട് ആ ഒരു വൈറ്റ് കളറ് ഇങ്ങനെ മയത്തേക്ക് അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്രാഗ്രൻസും ആയിരുന്നു. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ദുബായിയുടെ ചരിത്രങ്ങളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഫുൾ LED ഓൺ ദ വേ എല്ലാം കാണിച്ചിരിക്കുന്നത്. അവരുടെ സ്പൈസസ്, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ഫുഡ്, അവരുടെ പണ്ട് കാലത്തെ ഓരോരോ അങ്ങനത്തെ ഓരോ ഡീറ്റെയിൽസും മൈന്യൂട്ട് ഡീറ്റെയിൽസും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ട് നമ്മൾ നേരെ പോകുന്നത് വീണ്ടും ഒരു ലിഫ്റ്റിലേക്കാണ്. ആ ലിഫ്റ്റ് നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ ഏറ്റവും മുകളിലെത്തിക്കും. ദുബായ് ഫ്രെയിമിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം ബുർജ് ഖലീഫ കണ്ടത് കൊണ്ട് എനിക്ക് ദുബായ് ഫ്രെയിമിൻ്റെ മുകളിൽ പോയപ്പോൾ അത്രയ്ക്ക് വലിയ വാവായിട്ടൊന്നും ഫീൽ ചെയ്യും. കാരണം ബുർജ് ഖലീഫയിൽ നമ്മൾ അതിനും ഹൈറ്റിൽ കയറിയതാണല്ലോ. അപ്പം നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ മുകളിൽ കയറുമ്പോൾ അതിൻ്റെ അടിയിൽ ഫുൾ നമുക്ക് നടക്കുന്ന സ്ഥലത്ത് മുഴുവൻ സെൻറ്ററിൽ ഫുൾ ഗ്ലാസ് ആണ്. അതിൽ നടക്കുമ്പോൾ ആദ്യം ഒരു പേടി വന്നു, കാരണം താഴെ നമുക്ക് ഫുൾ വിസിബിളാണ് ഇങ്ങനെ കാണുന്നത്. പക്ഷേ ഇവിടെ ക്രാക്ക് ഒന്നും വരില്ല, നമുക്ക് കുറച്ച് നേരമൊക്കെ നടക്കാം. അതിലൂടെ നടന്ന് കുറേ നേരം ഫോട്ടോസൊക്കെ എടുക്കാം. ഇപ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് ശരിക്കും കുറഞ്ഞിരുന്നു കേട്ടോ. ഞാനൊരു പവർ ബാങ്ക് കൊണ്ടുപോകാത്ത വലിയ മണ്ടത്തരായിപ്പോയി. ഈ ഫ്രെയിമിൻ്റെ താഴേക്ക് ഒരുപാട് വലിയ പാർക്കുണ്ട്. നമ്മൾ കുറേ നേരം നടന്നില്ല, കാരണം നമുക്ക് നേരെ പോകേണ്ടത് പാത്തുവിൻ്റെ ജിംനാസ്റ്റിക് കോച്ചിങ്ങിന് ഫ്ലിപ്പ് ജിംനാസ്റ്റിക് അക്കാഡമി പോകണമായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഊബർ എടുത്ത് നേരെ പോയത് മിർദിഫിലുള്ള ഫ്ലിപ്പ് ജിംനാസ്റ്റിക് അക്കാഡമിയിലാണ്. പാത്തുക്കുട്ടൻ്റെ അരുണിൻ്റെ കോച്ചിങ്ങും അവിടുത്തെ ഫെസിലിറ്റിയൊക്കെ കണ്ട് തിരിച്ച് വരണമെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ പഠിച്ചോളാമെന്ന് എന്നോട് പറഞ്ഞത്. അവിടെ വെച്ച് നമ്മളൊരു അടിപൊളി മലയാളി ഫാമിലിയെ പരിചയപ്പെട്ടു, അനീത, അവരുടെ മകൾ വർഷ. അപ്പോൾ അവരാണ് നമ്മളെ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്കും ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ ഈ ദിവസം ഞങ്ങൾ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു. ഇനി അടുത്ത ദിവസത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.